Okay, take next lesson. Lesson number 18, water. Miss അവനെ വിളിച്ചു. അവൻ കുറെ നേരം കേറാൻ കിട്ടുന്ന കണക്റ്റിംഗ് ഇവിടെ ഒന്നും പ്രശ്നമില്ല. അവനെന്താ കണക്ട് ആകാത്ത? ഓക്കെ, അവൻ വരുമ്പം കയറട്ടെ. എല്ലാവർക്കും എന്ത് ചെയ്യണം? ഓക്കെ, ലെസൺ നമ്പർ 18, വാട്ടർ എ നാച്ചുറൽ resource. We know that water is a natural resource and it is a very important resource, isn't it? Very important resource ആണ് water. We know that we cannot live without water for 1 or 2 days and all. 1-2 ദിവസത്തേനൊക്കെ നമുക്ക് ജീവിക്കാൻ തന്നെ കഷ്ടിച്ച് എങ്ങനെയും പോകാം. ഭയങ്കര ടയർഡ് ആയിരിക്കും. ഭക്ഷണം കഴിക്കാതെ നമുക്ക് കുറെ ദിവസത്തേന് ജീവിക്കാൻ പറ്റും. മേ ബി ഒരു വീക്കൊക്കെ കഴിഞ്ഞ് ജീവിച്ചെന്നും വരാം അല്ലെ. പക്ഷെ വെള്ളം വേണം. വെള്ളവും കൂടി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കൊണ്ടാകുമ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ്ലി അപ്സെറ്റ് ആയി പോകും അല്ലെ. ഓക്കെ, so our natural resources, plants use carbon dioxide from the air, water and minerals from the soil and the sunlight to make food. And what is this process known as? Water, plants use water, carbon dioxide in the presence of sun and minerals from the soil and do something and all, making their food. What is it known as? പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നതിന് എന്താ പറയുന്നേ? ഞാൻ തേർഡ് സ്റ്റാൻഡേർഡിൽ കൊണ്ടിരുത്താം. ഇവിടെ ഷോണിനെ. നീ എവിടെ പോയതായിരുന്നു? ഇത്രപ്പോഴാണ് എണീറ്റേ? എനിക്ക് വൈഫൈ കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ മൊബൈലിലേക്ക് യൂസ് ചെയ്യും. ഇവിടെയാണെങ്കിൽ മൊബൈലിലായിട്ട്. ശരി, ഇപ്പോഴെങ്കിലും കയറാൻ തോന്നിയല്ലോ. ഇപ്പോഴെങ്കിലും നിന്റെ വൈഫൈ ശരിയായല്ലോ. ഓക്കെ ഷോൺ, എന്റെ ക്വസ്റ്റ്യൻ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ അത് മനസ്സിലായി. നീ ക്വസ്റ്റ്യൻ ഇതാണ്. ഷോൺ ചിരിക്കൊന്നും വേണ്ട, വേഗം നീ ആൻസർ പറഞ്ഞു. പ്ലാന്റ്സ് യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ്, water, minerals and sunlight to make their food. And what this procedure is known as, or what this processor is known as? കച്ചി പോയാച്ചു മൊത്തം ഗ്രൂപ്പിൽ നിന്ന്. എന്താണ് ഫെയ്ത്ത പറയുന്നതിന്? മാക്ക് പറഞ്ഞോ. നീ എന്താ പറഞ്ഞോ. പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നതിന് എന്താ പറയുന്നേ? ഫോട്ടോസിന്തസിസ്. എന്റെ ദൈവമേ, 1.5 മണിക്കൂർ വേണം. അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങൾ തേർഡ് സ്റ്റാൻഡേർഡിലേക്ക് അറ്റൻഡൻസ് ബുക്കിലേക്ക് നിങ്ങളുടെ പേര് എഴുതാൻ വേണ്ടിയിരിക്കുവായിരുന്നു. ആൻഡ് സൺലൈറ്റ് 1.5 മണിക്കൂറൊന്നും എടുത്തില്ല. നീ പറയല്ലേ, നീ അന്നേരം പോയി വെച്ചിട്ട് ഇപ്പൊ പൊങ്ങി വെച്ച് പറയാൻ 1.5 മണിക്കൂറൊന്നും എടുത്തില്ല. അത് യു ഓൾറെഡി നോ ദാറ്റ് ദിസ് പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് ഫുഡ് from the non-living resources of the earth is known as photosynthesis. It takes and see, ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്തുള്ള എല്ലാ വസ്തുക്കളും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച എല്ലാ പ്ലാന്റ്സ് ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും നോൺ ലിവിങ് തിങ്സ് ആണ്. സൺലൈറ്റ്, is it living thing? No. Carbon dioxide, is it living thing? No. Water, is it living thing? No. Minerals, is it living thing? No. All these are non-living things. Okay, it takes place in green leaves in the presence of the green pigment chlorophyll present in these leaves. And another thing, it will take place only during the day. Why? What is the reason for that? Photosynthesis will take place only during the day. What's the reason for that? Peter? Kashida Wi-Fi boya? No, miss. Napara. Why? Photosynthesis will take place only during the day. Miss, sunlight കിട്ടുന്നുണ്ട്. Yes, very good answer. Sunlight during the day le കിട്ടുള്ളൂ. Sunlight ഇല്ലാതെ photosynthesis നടക്കുകയുമില്ല അല്ലേ? Okay. Animals need oxygen, water and food to survive. They get oxygen from the air, water from the water bodies such as ponds, lakes and rivers, and food from plants or other animals. Also need food, air and water. All other living things.
need food, then water, then oxygen. So we get oxygen from the atmosphere or from the air. Water from water bodies like ponds, rivers, streams, wells, borewells, etc. And food from plants and other animals. നമുക്ക് ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സിന് ആവശ്യമുള്ളതുപോലെ തന്നെ ഫുഡ് വേണം. പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞ മണ്ണിൽ നിന്നും വലിച്ചെടുത്തിട്ടല്ല, പക്ഷെ പ്ലാന്റ്സിൽ നിന്നുള്ള ഫുഡുകളായിരിക്കും. പ്ലസ് ഫ്രം അതർ ആനിമൽസ് ലൈക്ക് കൗ, then buffalo, then birds like hen, duck, etc. Okay, then we will eat food also, fish also, isn't it? So from plants and other animals we take food. We use the resource of the earth is several other ways also. Some of these are discussed below. അപ്പൊ നമുക്ക് ഭൂമിയിൽ നിന്നാണ് ഇതെല്ലാം കിട്ടുന്നത് അല്ലെ. All these things are got from the earth, and the essential thing for our life is water, air and food. നമുക്ക് എയർ, വാട്ടർ ആൻഡ് ഫുഡ് മസ്റ്റ് ആണ്. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ we can live without food maybe 1 or 1.5 weeks, or some people live without food for 2 weeks and all. But we cannot live without water for 2-3 days and all. But we cannot live without oxygen even for few minutes also, isn't it? These are essential thing. Essential എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. All these are got from the nature itself. നമ്മൾ ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളല്ല. അതായത് വാട്ടർ ആൻഡ് കാശ് കൊടുത്താണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം, ടൗണിലൊക്കെ വെള്ളത്തിന് പൈസ കൊടുത്തിട്ട് തന്നെയാണ് വാങ്ങുന്നത് അല്ലെ. പക്ഷെ നേച്ചറിൽ നിന്ന് കിട്ടും. നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതല്ലത്. വെള്ളം നമ്മൾ ഫാക്ടറിയിലൊന്നും മാനുഫാക്ചർ ചെയ്യുന്നതല്ല. We can make water by using 2 hydrogen atoms and 1 oxygen atom. But are we making water with that like this way, in this method? No. The water that we use for different purposes are made from the nature itself, that we get from the nature as a natural resources. Food that we get from the plants and animals, natural resource only. But some food that we are making in factories like chocolates and all, isn't it? That we are eating, but we cannot live with that only. അങ്ങനെ നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഫുഡും കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ജീവിക്കാന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കുമോ? അല്ല. But most of our food items that we get from the nature itself, from plants, most nearly 90% food that we get from the plants, and other food that we get from animals and birds also, directly or indirectly those animals also are depending upon the plants for their food. നമുക്കറിയാം, നമ്മളിപ്പോ omnivorous ആണ് അല്ലെ. പക്ഷെ ഹെർബിവോറസ് അനിമൽസിനെ തിന്നിട്ടാണ് കാർണിവോറസ് അനിമൽസ് ജീവിക്കുന്നത്. നമ്മൾ ഈ കാർണിവോറസിനെയും ഹെർബിവോറസിനെയും ഒക്കെ നമ്മളും കഴിക്കുന്നു അല്ലെ. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെ ആയാലും എല്ലാ ലിവിങ് തിങ്സും പ്ലാന്റ്സിനെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫുഡിനും ഓക്സിജനും ഒക്കെ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, യൂസ് മെറ്റീരിയൽസ്. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ഫുഡ്, എയർ ആൻഡ് വാട്ടർ അല്ലാതെ തന്നെ നമുക്ക് അതർ മെറ്റീരിയൽസ്, അതർ റിസോഴ്സസ് ഉണ്ട്, നാച്ചുറൽ റിസോഴ്സസ് that are useful for us. First one is we use materials from rocks and soil to construct houses, roads, dams, etc. അവ നമുക്കറിയാം. ശരിക്കൊന്നും വേണ്ട, നിങ്ങളെ പോലെ തന്നെ അവരും പാവം പിള്ളേരാ. അയ്യോ, എന്തൊരു ചിരിയാ. We use materials from rocks and soil to construct houses. നമ്മൾ വീടുകളൊക്കെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എല്ലാം നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല, ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡോർസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീസിന്റെ ഇത് ഉപയോഗിക്കുന്നുണ്ട്, അത് നാച്ചുറൽ റിസോഴ്സ് ആണ് അല്ലെ. വിൻഡോസും ഡോർസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ. ഓക്കെ, we use metals such as iron, aluminum, copper, etc. for constructing buildings and bridges, making machines, vehicles, aeroplanes, utensils and other household items. ഓക്കെ, അതുപോലെ തന്നെ നമ്മള് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. മെറ്റൽസ് ലൈക്ക് അയൺ, അലുമിനിയം, കോപ്പർ, ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മള് ബിൽഡിങ്സിന് ഉപയോഗിക്കുന്നുണ്ട്. അയൺ ഉപയോഗിക്കുന്നില്ലേ? യെസ് ഉണ്ട്. വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പ് ഉപയോഗിച്ചിട്ട് ഒത്തിരി ഇത് നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ ബ്രിഡ്ജസ്, അതുപോലെ തന്നെ മെഷീൻസ്,
vehicles, aeroplanes, utensils, means plates, dishes, നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ, and other household items. സോ ഒത്തിരി സാധനങ്ങൾ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലും അതുപോലെ നമ്മുടെ ഫാക്ടറികളിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, we use fossil fuels such as coal, petroleum and natural gas for cooking purpose, and running vehicles, running machines in factories, producing electricity, etc. So natural resources. What is fossil? Fossil എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്, ഈ മണ്ണിന്റെ അടിയിൽ കുറെ നാള് കിടന്ന മൃഗങ്ങളുടെ ഒക്കെ ഇല്ലേ, അതായത് ഡെഡ് അനിമൽസ്, ഡെഡ് പ്ലാന്റ്സ്, അനിമൽസ് മാത്രമല്ല ഡെഡ് ആയിട്ടുള്ള എല്ലാം, പ്ലാന്റ്സ്, അനിമൽസ്, ഹ്യൂമൻ ബീങ്സ്, എന്തും ആയിക്കോട്ടെ, കുറെ മണ്ണിലേക്ക് പോയതിനു ശേഷം, അതായത് മരിച്ച് ഒന്നെങ്കിൽ നമ്മൾ കുഴിച്ചിടുന്നു, അല്ല അടക്കം ചെയ്യുന്നു, അല്ല പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും വീണ് കിടന്ന് പിന്നെ അടുത്ത മഴയൊക്കെ പെയ്യുമ്പോൾ അതിലേക്ക് മേളിലോട്ട് പിന്നെ മണ്ണൊക്കെ വീണ് അങ്ങനെ ഭൂമിക്കടിയിലേക്കാകുന്നു. സോ ഗ്രാജുവലി മീൻസ് നോട്ട് വിതിൻ 1 or 2 years, slowly gradually this will become as fuel ആകും. പെട്രോളിയം, ഡീസൽ, ഇങ്ങനെയുള്ള സാധനം നമുക്ക് പെട്രോളിയം ഒക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് പണ്ട് കാലത്ത്, ഇപ്പോൾ നമ്മൾ ഒരു 5 വർഷം മുന്നേ മരിച്ച ഒരു ആളുടെയോ അല്ലെങ്കിൽ അനിമൽസിന്റെയോ പ്ലാന്റ്സിന്റെയോ ഒന്നുമല്ല, millions of years ago ഭൂമിക്കടിയിലായി പോയ മനുഷ്യരുടെയും അനിമൽസിന്റെയും അതുപോലെ തന്നെ പ്ലാന്റ്സിന്റെ ഒക്കെ ഇങ്ങനെ അവശിഷ്ടങ്ങൾ മണ്ണിൽ കിടന്ന് അത് ഫ്യൂൽസ് ആകും, ഗ്യാസ് പോലെ ആകുന്നു. അതിൽ നിന്നാണ് ഈ പെട്രോളിയം ഒക്കെ ഉണ്ടാകുന്നത്. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഫോർ കുക്കിംഗ്, റണ്ണിങ് വെഹിക്കിൾസ്, റണ്ണിങ് മെഷീൻസ് ഇൻ ഫാക്ടറീസ്, പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി, ഇതെല്ലാം നമുക്ക് നാച്ചുറൽ ആയിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതല്ല, നമ്മൾ കെമിക്കൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതല്ല. എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നേ? How do we make electricity? ചുറ്റിട്ടാ വരും. എങ്ങനെ വരും? വെള്ളത്തിന്റെ അടിയിൽ നിന്ന്. ആഹാ, 7ാം ക്ലാസ്സുകാരുടെ കണ്ടുപിടുത്താണല്ലോ വെള്ളത്തിന്റെ അടി. മുങ്ങിത്തപ്പി എടുത്തോണ്ട് എടുത്താണോ? എന്റെ പേര് വന്ന് രക്ഷിക്കുക നിന്റെ ക്ലാസ്മേറ്റിനെ. മിസ്, ഇങ്ങനെ ഡാമിലൊക്കെ വെള്ളത്തിന്റെ ശക്തി കാരണം, അല്ലെങ്കിൽ മിസ് വേറൊരു രീതി ഉണ്ട്, ഇങ്ങനെ ഫാനൊക്കെ കറങ്ങാൻ നേരത്ത് വെള്ളത്തിന്റെ അടി ഫാൻ കാറ്റാടി അല്ല മിസ്, വെള്ളത്തിന്റെ അടിയിലല്ല, കാറ്റാടിയിൽ നിന്നും ആക്കും. കാറ്റാടി എന്നാക്കും. ഇനി വെള്ളത്തിന്റെ എങ്ങനെ കറണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞേ. മിസ്, ഇടിക്കുന്നല്ലേ കറണ്ട്? മിസ് അങ്ങനെയല്ല മിസ്, ഈ വെള്ളം ഇങ്ങനെ വലിയ വെള്ളച്ചാട്ടത്തിലൊക്കെ അങ്ങനെയാണോ? പറയടാ ഇങ്ങോട്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞോ. വെള്ളച്ചാട്ട ഒക്കെ വരാൻ നേരത്ത് അതിലെ വെള്ളച്ചാട്ടത്തിനകത്ത് ഇങ്ങനെ കറണ്ട് വരുമെന്നോ? അല്ല, വെള്ളച്ചാട്ടം വലിയ വെള്ളച്ചാട്ടത്തിലൊക്കെ പവർ ഉണ്ട്, അങ്ങനെ വല്ലതും ആണോ? അങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നിട്ട് എത്തുന്നില്ല, കറക്റ്റ് പോയിന്റിലേക്ക് എത്തില്ല. കൊറേയൊക്കെ ഉണ്ട്, ഇച്ചിരിയൊക്കെ ഐഡിയ ഉണ്ട് അല്ലേ? പോലെ മുങ്ങിത്തപ്പി എടുത്തോണ്ട് വരുന്നതല്ല. ഓക്കെ, ഞാൻ പറയാം. നമ്മള് വെള്ളം ഈ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ പോലെ വാട്ടർ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്തിട്ട്, നമുക്ക് ഇവിടെ നോക്കിയ വി യൂസ് നാച്ചുറൽ റിസോഴ്സ് ഫോർ കൺസ്ട്രക്ടിങ് ഡാംസ് ആൻഡ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ തന്നേക്കുന്നുണ്ടോ? അപ്പം വെള്ളം ഇങ്ങനെ ഒരു സർട്ടൻ ഹൈറ്റിൽ നിന്നും, ഒരു നിശ്ചിത ഉയരത്തിൽ നിന്നും താഴോട്ട് ഒഴുക്കും. അപ്പൊ നല്ല ഫോഴ്സ് ഉണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. ആ ഫോഴ്സിൽ വരുന്ന വെള്ളം ഒരു ടർബൻഡൈൻ എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരു ചക്രം പോലത്തെ ടർബൻഡൈൻ, ഒരു മെഷീൻ. അതിലേക്ക് വീഴ്ച അത് കറങ്ങുമ്പോൾ അതിന്റെ ശക്തിയില് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഐ വിൽ ട്രൈ ടു ഷെയർ. ഞാൻ നോക്കട്ടെ വീഡിയോ എല്ലാം കിട്ടുമോന്നേ. കിട്ടും. ഇതെയോ?
സൗണ്ട് വരാൻ പറ്റില്ല. ഞാൻ നോക്കട്ടെ ഇതിനകത്ത് വല്ലതും കിട്ടുമെന്നേ. ഇതൊരു അൾട്രാ സ്മോൾ വാട്ടർ പവർ ജനറേഷൻ നിങ്ങളുടെ കാണുന്നത്. It's not just the lights that brighten our city streets at night. Electric power is so essential. വേറെ ഉണ്ടോ നോക്കട്ടെ. എന്താവും അറിയത്തില്ല. Yes. How it works, the hydroelectric power. 170,000 cubic meters of water flow past here every minute at almost 60 kilometers per hour. That's enough water to fill about 100,000 Olympic swimming pools every day. Standing here, you can actually feel the power of the water. Harnessing that power is what hydroelectric stations have been designed to do for over 100 years in Ontario. In essence, they are factories that convert the energy of falling water into the flow of electrons, or what is commonly called electricity, the electricity that powers the province. Most hydroelectric stations use either water diverted around the natural drop of a river, such as a waterfall or rapids, or a dam is built across a river to raise the water level and provide the drop needed to create through the plant intake into a pipe level is collected force. Okay, see this. Water at the higher level is collected in the forebay. It flows through the plant intake into a pipe called a penstock, which carries it down to a turbine water wheel at the lower water level. The water pressure increases as it flows down the penstock. It is this pressure and flow that drives the turbine that is connected to the generator. Inside ഓക്കെ, ഇത് നോക്കിയേ, ഇത് നമ്മൾ ചെറിയൊരു കാർട്ടൂൺ പോലെ ആയിട്ടാണ് ഇപ്പൊ ഇതില് ക്ലിയർ ആയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് ഇവിടുത്തെ ശരിക്കും കിട്ടുന്ന കിട്ടിയിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് കാണിക്കുന്നതാണ്. അവിടെ കളക്ട് ചെയ്ത വാട്ടർ ഇങ്ങനെ ഒരു പൈപ്പിലൂടെ പൊക്കത്തിൽ നിന്ന് ഒഴുക്കി വിടുന്നു. നല്ല ഹൈറ്റില് നല്ല ഫോഴ്സിലാണ് വരുന്നത്. അപ്പൊ ഇത് ടർബൻഡൈൻ എന്ന് പറയുന്ന സാധനമാണ്. ടർബൻഡൈൻ. ഈ ടർബൻഡൈനിലേക്ക് വെള്ളം വരുമ്പോൾ ഓൾറെഡി ടർബൻഡൈൻ എന്ന് പറയുന്നത് കറങ്ങുന്ന ഒരു സാധനമാണ്. So, ഈ കറങ്ങുന്ന ഇതിലേക്ക് വെള്ളം വീണ് കഴിയുമ്പോൾ ഇതിന്റെ ഫോഴ്സില് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ്. the generator is the rotor that is spun by the turbine. Large electromagnets are attached to the rotor located within coils of copper wire called a stator. As the generator rotor spins the magnets, a flow of electrons is created in the coils of the stator. This produces electricity that can be stepped up in voltage through the station transformers and sent across transmission lines. The falling water, having served its purpose, exits the generating station to the tail race, where it rejoins the main stream of the river. Okay, ഇപ്പൊ മനസ്സിലായില്ലേ how electricity is produced? പോയോ ഷോണേ? Okay. So materials are found on the earth that allow the existence of life and fulfill the needs of living organisms are called natural resources. What is natural resources? Natural resources എന്ന് പറഞ്ഞാൽ എന്താണ്? Natural resources are the materials that are found on the earth and which is useful for human beings, which is made from the made by the nature and that fulfill our needs. That means which are useful for human beings are known as
നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രകൃതിയിലുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് എന്ന്. The materials that are found on the earth and that allow the existence of life, maybe animals or for human beings or plants or whatever it may be, for the existence of life on the earth, and that are useful to us is known as the natural resources. പ്രകൃതിയിൽ തന്നെ ഉള്ളതും നമ്മുടെ ലൈഫിന് യൂസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള വസ്തുക്കളാണ് നാച്ചുറൽ റിസോഴ്സസ്. Plants and animals are living natural resources. And two types of natural resources are there. Living natural resources are there and non-living natural resources are. Now, living natural resources means plants, animals. These are existing on the earth and it has life. These are useful to other living organisms, isn't it? So, much living organisms helpful ആയിട്ടുള്ള ജീവനുള്ള resources ആണ് natural living natural resources. But non-living natural resources are there, like minerals, water, air, rocks, soil. All these are natural resources, but not living things, isn't it? Living things alla, പക്ഷെ minerals ആണ്. So ഇത്തരം വസ്തുക്കളെ നമ്മൾ പറയുന്നതാണ് non-living natural resources. So did you understand what is living natural resource and what is non-living natural resources? മനസ്സിലായോ? What is അതായത് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതും പ്രകൃതിയിൽ ലഭ്യമായിട്ടുള്ളതുമായിട്ടുള്ള വസ്തുക്കളാണ്. ലിവിങ് ഓർഗനിസത്തിന്, അത് പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, ഹ്യൂമൻ ബീങ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ലൈഫിന്. എനിക്ക് ക്ലിയർ അല്ല മിസ്സേ, നെറ്റ് കിട്ടുന്നില്ല. നെറ്റ് കിട്ടുന്നില്ല? നിന്റെ വൈഫൈക്ക് എന്താ പ്രശ്നം? വൈഫൈ പോയി മിസ്സേ, ഇപ്പൊ മൊബൈൽ ഡാറ്റയാ. ഓക്കെ, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് നോട്ട് ഇട്ടതായിരുന്നു, അത് എങ്ങനെയാ വായിച്ചെടുക്കുന്നേ? ഞാൻ നോക്കിട്ട് ഒരു രക്ഷയും കാണുന്നില്ല വായിക്കാന്. എന്നതാ മിസ്സേ? നീ എഴുതിയേക്കുന്ന നോട്ട് വായിക്കാൻ പറ്റുന്നില്ലെന്ന്. നോട്ടോ? ആ, നോട്ട്. എന്താ കുഴപ്പം? അത് ശരി, ആ നോട്ട് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം, നിനക്കൊന്ന് വായിച്ചേൽപ്പിക്കാം എന്നെ. കേട്ടില്ല മിസ്സേ. അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ച പിന്നെ ഫേത്ത് കേൾക്കുകയേ ഇല്ലല്ലോ. മിസ്സേ ക്ലിയർ ആയില്ല. ഇല്ലേ? ഇല്ല. നീ ഇങ്ങോട്ട് എനിക്ക് അയച്ചെന്ന നോട്ടുകളെല്ലാം തിരിച്ച് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം. അതൊന്നും എന്നെ വായിച്ച് കേൾപ്പിക്കാമോ എന്നാ ചോദിച്ചത്. ആണോ? ഓക്കെ, നീ എന്തായാലും നോട്ട് കംപ്ലീറ്റ് അല്ലാന്ന് പറഞ്ഞു. ഞാൻ നിന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. കാരണം അന്ന് നീ എന്നോട് പറഞ്ഞത് ഓരോ ദിവസവും ഓരോ ലെസന്റെ നോട്ട് അയക്കാന്ന്. കഴിഞ്ഞ തേഴ്സ്ഡേ അയച്ചതിന് ശേഷം ഇന്നലെ ഒരു നോട്ട് വന്നത്. മിസ്സേ 9ാം പാഠം ഒന്നും ഇല്ല മിസ്സേ. 9ാം പാഠത്തിന്റെ നോട്ടില്ലേ? ഇല്ല. ഇല്ലേ? സോണിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു. ഞാൻ മിസ്സിന് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു, രാത്രി കണ്ടു. എന്നിട്ട് ലോങ് ആൻസർ ചിലപ്പം എന്റെ ഫോണില് സ്റ്റാർ ചെയ്തിടാത്തോണ്ട് ചിലപ്പം ക്ലിയർ ചാറ്റ് കൊടുത്തപ്പം പോയിട്ടുണ്ടാവും. ചിലപ്പോ ലോങ് ആൻസർ പോയി. ഷോണിനും അങ്ങനെ തന്നെയാ മിസ്സേ. ആണോ? ലോങ് ആൻസർ ഇട്ട് തന്നിട്ടില്ലായിരുന്നോ ഷോണെ? അല്ല, ലോങ് ആൻസർ 4 ഇട്ടിട്ടുള്ളൂ. എന്തോന്നാ ലോങ് ആൻസർ 4 ഇട്ടിട്ടുള്ളൂ. എത്ര ലോങ് ആൻസർ ഉള്ള? ഏത് ലെസന്റെയാ? 9th ലെസനാ? 9ാം പാഠം. വെയിറ്റ്. 9ാം പാഠം എവിടെ കിടക്കുന്നുണ്ട് ദൈവമേ, എനിക്ക് വയ്യ. ഞാനിപ്പോ 17th ലെസൺസ് എടുക്കുന്നുണ്ട്. ഇത് 9ാം പാഠം. എന്റെ ഫെയ്റ്റ്, നീ എന്റെ കൺമുന്നിലെങ്ങാനും പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഭാഗ്യം. നിന്റെ ഭാഗ്യമാണ് നീ സ്കൂൾ ബസ് എടുത്തിട്ട് വരാത്തത്. 9ാം പാഠം എന്തുവായിരുന്നു? എവിടെ കിട്ടുന്നുമില്ല. അത് 10. വെതർ, ക്ലൈമറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. വെതർ, ക്ലൈമറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. ഇതിനകത്ത് എത്ര ലോങ് ആൻസർ ഉണ്ട്? 8 എണ്ണം ഉണ്ട്. അത് 4 എണ്ണം ഇട്ട് വന്നിട്ടുള്ളോ? 5, 6, 7, 8 എണ്ണം. ബാക്കി എവിടെ പോയി? ഹോട്ട് ക്വസ്റ്റ്യൻസ് ഇട്ട് വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ 3 ഇട്ടിട്ടുണ്ട്, ബാക്കിയില്ല. ഇല്ലേ? എന്തായാലും ഞാനെന്നാ പിന്നെ ഞാനൊരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോക്കാം ഫോണിലെങ്ങാനും ഉണ്ടോന്ന് കേട്ടോ. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും. ഡിലീറ്റ് ഇല്ല, എന്താ നോക്കാം. ഓക്കെ, ശരി. ഒരു മിനിറ്റ്.
എവിടെ എത്തി അതിലെടുക്കാം. ഓക്കെ, വാട്ട് ഈസ് നാച്ചുറൽ റിസോഴ്സസ്? Living natural resources means what? The natural resources that have life, like plants and all. Plants പോലെയുള്ള plants, animals പോലെയുള്ള living things, living natural resources are known as living natural resources. അതായത് ജീവനുള്ള നാച്ചുറൽ റിസോഴ്സസിനെ നമ്മൾ ലിവിങ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു. നോൺ ലിവിങ് നാച്ചുറൽ റിസോഴ്സസ് മീൻസ് the natural resources which have no life but are useful to us, like soil, water, minerals, air, etc. and all. So rock, adellam natural resources aanu, പക്ഷെ it has no life. We get natural resources from the solid parts of the earth crust called lithosphere. നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് കിട്ടുന്നത് സോളിഡ്, അതായത് നമ്മൾ ഈ മേൽമണ്ണിൽ നിന്ന്, കൂടുതലും മേൽമണ്ണിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. അതായത് മണ്ണിൽ അടങ്ങിയിരിക്കുന്ന സോയിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് ഇങ്ങനെയുള്ളതൊക്കെ. പിന്നെ കുറച്ചുകൂടെ ആഴത്തിലൊക്കെ ഡീപ്പ് മൈൻ ചെയ്തിട്ട് നമുക്ക് മെറ്റൽസ് കിട്ടാറുണ്ട്. ഗോൾഡ്, അലുമിനിയം, അയൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. നിങ്ങൾക്കറിയാമോ എവിടെ നിന്ന് ഈ അയണൊക്കെ കിട്ടുന്നത്? ഫാക്ടറികൾ ഉണ്ടാക്കുന്നതാണോ? പിന്നെ ഭൂമിയുടെ അടിയിൽ നിന്നും മൈൻ ചെയ്തെടുക്കുന്ന, കുഴിച്ചെടുക്കുന്നതാണ് അല്ലെ. ഈവൻ ഗോൾഡ്, സിൽവർ, ഇതെല്ലാം അങ്ങനെയാ. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പഠിപ്പിച്ചപ്പം കുറെ ഇങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ കുഴിച്ചു കഴിയുമ്പോഴാണ് ഗോൾഡ് കിട്ടുന്നതെന്ന് ഇപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു സ്റ്റുഡന്റ്, അപ്പൊ മിസ്സാ നമ്മുടെ സ്കൂളിൽ കിണർ കുഴിക്കുന്നില്ല, ആ കിണറ്റിൽ ഗോൾഡ് കാണുമെന്ന് ചോദിച്ചു. അതുപോലെ ഡീപ്പായിട്ട് ചില സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മിനറൽസും കാണത്തില്ല. നിങ്ങൾ കോളാർ ഗോൾഡ് ഫീൽഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് കോളാർ, KGF, കോളാർ ഗോൾഡ് ഫീൽഡ്? ലെറ്റ് മീ സീ. കോളാർ ഗോൾഡ് ഫീൽഡിന്റെ ഒരു ഫിഗർ ആണ് എന്റെ ഒരു ഇത്. ഐ ഹാവ് ഗോൺ ദർ, ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ വലിയ കുഴിച്ച്, മീൻസ് കുഴിയല്ല ഇത്, ഇത് ഈ ഏരിയയിൽ ഇങ്ങനെ കുഴിച്ച് ഇതിനകത്തുനിന്ന് ഗോൾഡ് മൈൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടോ വലിയ കുഴി കണ്ടോ? ഓക്കെ, ഇതിനകത്തുനിന്ന്. പക്ഷെ ഇങ്ങനെ നമ്മൾ രണ്ട് കിളയ്ക്കുമ്പത്തേനൊന്നും ഗോൾഡ് കിട്ടുമൊന്നുമില്ല. സോ ഡീപ്പ് ഇറ്റ് ഈസ്. അതുപോലെ വീഡിയോ ഉണ്ടോ നോക്കട്ടെ. ഇന്നത്തെ വീഡിയോയിലൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇല്ല, കിട്ടുമോ നോക്കട്ടെ. नमस्कार दोस्तों, स्टडी आईक्यू में आप सभी का स्वागत है। मेरा नाम है डॉक्टर महिपाल सिंह राठौड़ और आज इस वीडियो में मैं आपके साथ डिस्कस करूंगा कोलार गोल्ड फील्ड्स के बारे में। केजीएफ एक समय भारत की सबसे बड़ी सोने की खदान थी। ऑलमोस्ट 95% सोना भारत का इसी अकेली माइन से निकाला जाता था। लेकिन 20 साल तो देखिए, अब कोई फिल्म स्टोरी तो हम यहाँ पर डिस्कस नहीं कर, कैपिटल थे या फिर അതൊന്നും മനസ്സിലായി. ഞാനാണ് മൈനിങ് ആയിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷെ മൈനിങ് കാണുന്നില്ല.
അതേ ഉള്ളൂ, വേറെ വീഡിയോ ഇല്ല. സോറി. ഓക്കെ, നെറ്റ് പോയെന്ന് തോന്നുന്നു അല്ലേ? നെറ്റ് പോയെന്ന് തോന്നുന്നു. The solid part of the earth crust called a lithosphere. Lithosphere നിങ്ങൾ പഠിച്ചിട്ടില്ലേ? സോഷ്യൽ ഹിസ്റ്ററിയിൽ അല്ല ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടില്ലേ? What is lithosphere? പഠിച്ചല്ലായിരുന്നോ? ഓക്കെ. സോ മേൽഭാഗം, മണ്ണിന്റെ മേൽഭാഗം, അതായത് മണ്ണിന്റെ ഒരു അതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരുപാട് മിനറൽസ് ഉണ്ട്. മിനറൽസ് എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് ചേർന്നിരിക്കുന്ന മിനറൽസ്, പിന്നെ ഈ പറയുന്ന മെറ്റൽസ് ലൈക്ക് അയൺ, അലുമിനിയം, ഇതെല്ലാം മണ്ണിന്റെ ഒരു ഏകദേശം ഒരു സർട്ടൻ ഹൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. മെറ്റീരിയൽസ് ഫൗണ്ട് ഓൺ ദി എർത്ത് ദാറ്റ്. Next, the water bodies such as seas, rivers and lakes on the earth which constitute the hydrosphere. Hydrosphere എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വെള്ളം കിട്ടുന്ന അത് വാട്ടർ ഈസ് എ നാച്ചുറൽ റിസോഴ്സ്, isn't it? So the water bodies such as seas, rivers and lakes on the earth which constitute the hydrosphere. രണ്ടാമത്തെ lithosphere കഴിഞ്ഞ് next hydrosphere. Next one is the gas surrounding the earth known as atmosphere. Gases are also natural resources. Gas we get from the atmosphere. So solid things from the lithosphere, liquid things or water, liquid things from the hydrosphere, and the gas things, gas materials, natural resources from a atmosphere. Atmosphere il ninnu namakku gas kittum. So like this way, 3 types of natural resources we get. That first one, solid things that we will get from the lithosphere. അതായത് മണ്ണിൽ നിന്ന് നമുക്ക് കിട്ടും ലിത്തോസ്ഫിയർ, സോളിഡ് ആയിട്ടുള്ള മിനറൽസ് എല്ലാം. നെക്സ്റ്റ്, വെള്ളം പോലെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് വി ഗെറ്റ് ഫ്രം ദ ഹൈഡ്രോസ്ഫിയർ. വെള്ളം, വാട്ടർ ബോഡീസിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ്, ഗ്യാസ് തിങ്സ്, അതായത് എയർ, ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, carbon dioxide, all these things we get from the atmosphere. So these are the 3 natural sources. We get natural resources from the lithosphere, hydrosphere and atmosphere. I think these all you have studied in a social studies, isn't it? Social studies il idellam പഠിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ 2 കൈ നീണ്ടു വരുന്ന ഷോൺ റിപ്പീറ്റ് ചെയ്യണോ? പേടിപ്പിക്കുന്നതാണോ അവൾ നിന്നെ? Okay. Today, due to large-scale developments in science and technology, we are using natural resources much more than we did a couple of hundred of years ago. Anyway, we know that our population is increasing day by day. ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? So since the population is increasing and the industrial development, we have developed a lot, not only in industry base, പിന്നെ നമ്മൾ എന്താ പറയുന്ന മൊത്തത്തിൽ technology has been developed a lot. Day by day it is developing, isn't it? Compared to 2 years back, now the technology and industry, everything has been developed a lot now. Again, if you go after 2 more years, compared to today's technology and other developments, we can see that after 2 more years, the development of all these fields will be more high. കുറേ കൂടെ സ്പീഡും ആയിരിക്കും, നല്ല കുറേ ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിന്റെ യൂസ് ഡേ ബൈ ഡേ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. നമുക്കറിയാം നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ എടുക്കുന്ന അനുസരിച്ച് മോസ്റ്റ്ലി അത് തീരുകയും ചെയ്യും അല്ലെ? ഇപ്പൊ സപ്പോസ് എയർ ഒക്കെ തീരാത്തതിന്റെ കാരണം എന്താണ്? എയർ തീർന്നാൽ പിന്നെ നോ ലിവിങ് തിങ്സ് വിൽ ബി ദർ. സോ നമ്മൾ എയർ യൂസ് ചെയ്യുമ്പോൾ പ്ലാന്റ്സ് ഓക്സിജൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും അല്ലെ? ആസ് വി ബ്രീത്ത് ഇൻ, പ്ലാന്റ്സ് വിൽ പ്രൊഡ്യൂസ് മോർ ഓക്സിജൻ, isn't it? ലൈക്ക് ദാറ്റ് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. വെള്ളമൊക്കെ നമുക്കറിയാം ഓരോ വർഷം ചെല്ലും തോറും ദ ലെവൽ ഓഫ് വാട്ടർ ഈസ് ഡിക്രീസിങ്, കുറഞ്ഞുകൊണ്ടാണ് വരുന്നത്. വെള്ളത്തിന് കഴിഞ്ഞ വർഷം കിണറ്റിലുണ്ടായിരുന്ന അത്രയും വെള്ളം ഈ വർഷം കാണത്തില്ല. കാരണം ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഈസ് റെഡ്യൂസിങ്, മീൻസ് കുറഞ്ഞു വരികയാണ്. നമ്മുടെ ഉപയോഗം കൂടുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് വെള്ളത്തിന് അത്രയും ആവശ്യമില്ലായിരുന്നെങ്കിൽ ഈ വർഷം അതിനേക്കാൾ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ എല്ലാ രീതിയിലും natural resources we are using more and more. So today, due to the large scale of developments in science and technology, we are using the natural resources much more than we did a couple of 100 years ago.
സോ ഒരു 100 വർഷം മുന്നേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാച്ചുറൽ റിസോഴ്സസിന്റെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് 100 ഇരട്ടി അധികമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. What is the reason for that? Because the technology has been developed a lot, industry, science, and all other technology has been developed a lot. So we have to use more natural resources for that purpose. So the use of these things have been increased a lot. Let us see how this has affected our present life and what effect it is like to have in the near future. So ഇത് മൂലം നമുക്ക് ലൈഫിൽ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഇനി ഫ്യൂച്ചറിലേക്കും ഫർദർ എന്തെല്ലാം പ്രോബ്ലംസ് ഇനി ഉണ്ടാകും. കാരണം നാച്ചുറൽ റിസോഴ്സസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടുന്നതനുസരിച്ചുള്ള നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്നതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നമുക്കില്ല നാച്ചുറൽ റിസോഴ്സസിന്റെ. സോ അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളൊരു ഇത് കാണിച്ചു, KGF എന്ന് പറഞ്ഞ കർണാടകത്തിലെ കോലാർ ഡിസ്ട്രിക്റ്റില് ഗോൾഡ് മൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. പക്ഷെ ഇപ്പൊ അവിടെ അധികം വർക്കേഴ്സ് ഒന്നും ഇല്ല, അധികം ആൾക്കാരൊന്നും ഇല്ല. കാരണം ഇപ്പൊ അവിടെ ഗോൾഡ് ഇല്ല, മുഴുവൻ തന്നെ ഇങ്ങനെ മൈൻ ചെയ്ത് എടുത്ത് തീർന്നു. ഒരു കാലത്ത് ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വരുമാന മാർഗമായിരുന്നു ആ ഈ KGF എന്ന് പറയുന്നത്, കോലാർ ഗോൾഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എടുത്തെടുത്ത ഗോൾഡ് തീർന്നു. അപ്പൊ അവിടുത്തെ ഉണ്ടായിരുന്ന അത്രയും അവിടെ പണിയെടുത്തോണ്ടിരുന്ന ആൾക്കാർക്കെല്ലാം ജോലിയില്ല, ഇപ്പം അവർക്ക് അതുകൊണ്ട് വരുമാനം ഇല്ല, അങ്ങനെയാവും. സോ എനിവേ ലൈക്ക് ദാറ്റ് വേ നമ്മുടെ എല്ലാ നാച്ചുറൽ റിസോഴ്സസും തീർന്നുകൊണ്ടിരിക്കും, നമ്മുടെ യൂസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Renewable and non-renewable resources. What is the meaning of renewable? Renewable means നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. Yes. മിസ് ടൈം ആയില്ലേ? ഷെഫിക്ക് ഇപ്പൊ ക്ലാസ് ഉണ്ട്. ഷെഫിക്ക് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ക്ലാസ് അല്ലേ? മിസ് ഷെഫിക്കും ഉണ്ട് 11:30 ക്ലാസ്. ആണോ? ഒരു ഫോണേ ഉള്ളോ? ദീപൻ നീ കയറിയല്ലേ, ഞാനിപ്പോ ക്ലാസ് എടുത്താലോ? Okay, time 3 minutes are left. Time up. Okay, we will wind up the class.